സ്വാഗതം. ഗുഡ് മോർണിംഗ് പ്രിയരെ. ഇന്നത്തെ കാർഡ് റീഡ് എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ ആഗ്രഹങ്ങൾ എങ്ങനെ പെട്ടെന്ന് മാനിഫെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് വേഗത്തിൽ എങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷൻ, ഗോൾ സെറ്റിംഗ് ഇതിലൊക്കെ വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ ഈ കാർഡ് നമുക്കിതായിരിക്കും. അപ്പോൾ ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ കറണ്ട് ഊർജ്ജം എന്നുള്ളതാണ്. എന്താണ് നിലവിലെ ഊർജ്ജം. രണ്ടാമത്തെ കാർഡ് എന്ന് പറയുന്നത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്. മൂന്നാമത്തെ കാർഡ് എന്ന് പറയുന്നത് നമ്മുടെ ഗോൾസ് നമുക്ക് എത്രത്തോളം അച്ചീവ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്താണ് നമ്മുടെ നിലവിലെ ഊർജ്ജം എന്ന് ഞാൻ നോക്കിയപ്പോൾ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്ന കാർഡാണ്. സത്യത്തിൽ എന്താ പറയുക, ഒരു കുതിരപ്പുറത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് നമുക്ക് കാണുന്നത്. ഈ വ്യക്തിക്ക് മുന്നോട്ട് പോകാൻ വേണ്ട കുതിരയുണ്ട്, നല്ല ആരോഗ്യമുള്ള കുതിരയാണ്. പക്ഷേ ഈ വ്യക്തി ഇപ്പോഴും ശങ്കിച്ച് നിൽക്കുകയാണ് ചെയ്യുന്നത്. അതായത് മൂവ്മെൻ്റ് ഇല്ല, കുതിരയുടെ കാല് നമുക്ക് കണ്ടറിയാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഊർജ്ജം എന്ന് പറയുന്നത് നമുക്ക് ഉള്ളിൽ ഒരുപാട് ഊർജ്ജമുണ്ട്, നമുക്ക് യൂണിവേഴ്സും അത് തരുന്നുണ്ട്. അത് തിരിച്ചറിയണം എന്നുള്ളതാണ്. എന്താണ് നമ്മളിപ്പോൾ ചെയ്യേണ്ടത് എന്ന് രണ്ടാമത് ചോദിച്ചപ്പോൾ വണ്ടർഫുൾ ആയിട്ടുള്ള കാർഡാണ് വന്നിട്ടുള്ളത്. 6 ഓഫ് സോർട്സ് എന്ന് പറയുന്ന കാർഡാണ്. ഈ കാർഡ് നമുക്ക് കണ്ടറിയാൻ പറ്റും. ഒരു എന്താ പറയുക, വഞ്ചിയിൽ കയറി മുന്നോട്ട് പോകുന്ന ഒരാളെയാണ് നമ്മൾ കാണുന്നത്. അതായത് അതിവേഗം ബഹുദൂരം. ഇയാളുടെ പുറകിൽ നമുക്കൊരു സൂപ്പർമാനെ പോലത്തെ ഒരു ഷോള് കാണാൻ പറ്റും. മുന്നിൽ ഇയാളുടെ ഡെസ്റ്റിനേഷൻ കാണുന്നുണ്ട്. അപ്പോൾ അത് നോക്കി എത്രയും വേഗം മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. അതായത് ആക്ഷൻ എന്നുള്ളതാണ് പറയുന്നത്. സ്റ്റക്കായി നിന്ന് കഴിഞ്ഞാൽ ഒരിക്കലും ഇതാക്കാൻ പറ്റില്ല. അവസാനം നമുക്ക് ഗൈഡൻസ് ആണ് നമ്മൾ ചോദിച്ചത്. അപ്പോൾ ഗൈഡൻസ് പറയുന്ന റിവേഴ്സിലാണ് വന്നത് കേട്ടോ. ദി എംപറർ എന്ന് പറയുന്ന കാർഡാണ്. എംപറർ എന്ന് പറയുന്ന കാർഡ് ഇതിൽ നമുക്കറിയാം, ഒരു കയ്യിൽ എന്താ പറയുക വേൾഡും മറ്റേ കയ്യിൽ ഇത് മിത്തിക്കൽ ടാരോ ആയതുകൊണ്ട് ഇദ്ദേഹം ഈ ദേവനാണ്, നമ്മുടെ ഇന്ദ്രദേവൻ്റെ തുല്യമായിട്ടുള്ള ആളാണ്. നിങ്ങൾക്കറിയില്ല, മിന്നലാണ് അദ്ദേഹം കയ്യിൽ പിടിച്ചിരിക്കുന്നത്. അത് റിവേഴ്സായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ റിവേഴ്സായിട്ട് വരുമ്പോൾ നമ്മളോട് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചില ചെറിയ രീതിയിലുള്ള തടസ്സങ്ങൾ മുന്നിൽ കാണുന്നുണ്ടെന്നുള്ളതാണ്. ബ്ലോക്കേജ് എന്ന് പറയും. പക്ഷെ അത് പ്രശ്നമാക്കേണ്ട കാര്യമില്ല. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വേഗതയിൽ നമുക്കിത് ഓവർകം ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ തരാനുള്ള സന്ദേശം എന്ന് പറയുന്നത് ഗോൾസ് മാനിഫെസ്റ്റ് ചെയ്യണമെങ്കിൽ ഉള്ളത് വെച്ച് തുടങ്ങുക എന്നുള്ളത് തന്നെയാണ്. സ്റ്റക്കായി നിന്നിട്ട് കാര്യമില്ല. എന്തെങ്കിലും ഒരു മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് അതിൽ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ആക്ഷൻ ഗോൾ ഓറിയൻറ്റഡ് ആയിട്ട് മുന്നോട്ട് പോവുക. അതിൽ ചെറിയ രീതിയിലൊരു ഇത് കാണുന്നുണ്ട്. കാരണം നമ്മുടെ ഗോൾ എന്ന് പറഞ്ഞാൽ വലിയൊരു ഗോളാണ് നമുക്ക് അച്ചീവ് ചെയ്യാനുള്ളത്. അതുകൊണ്ടാണ് ഇത് വലിയൊരു കാർഡായിരിക്കുന്നത്. വളരെ പവർഫുൾ ആയിട്ടുള്ള കാർഡാണിത്. അപ്പോൾ ഗോൾസ് നമുക്ക് എന്താ പറയുക, ഇത്രയും വലിയ ഗോൾ നമുക്ക് അച്ചീവ് ചെയ്യുന്ന ഒരു പക്ഷേ വളരെ വേഗത്തിൽ അച്ചീവ് ചെയ്യണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവാം. അപ്പോൾ അത് ഘട്ടമായിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. ചില ഗോൾസ് നിങ്ങൾക്കറിയാമല്ലോ, സമയമെടുക്കും. അപ്പോൾ ഗോള് നമ്മൾ സെറ്റ് ചെയ്തതും എടുക്കുന്ന സമയവും തമ്മിലുള്ള മാച്ച് കറക്റ്റാണെന്ന് നോക്കുക. ഉദാഹരണത്തിന് ഇപ്പോൾ നിങ്ങളൊരു വീടാണ് സ്വപ്നം കാണുന്നത്, നിങ്ങൾ ഓൾറെഡി 10-20 ലക്ഷം രൂപ കടത്തിലാണെങ്കിൽ എന്തായാലും ഗോൾ മാനിഫെസ്റ്റ് ചെയ്യാൻ 4-5 വർഷങ്ങൾ പിടിക്കും. നമുക്ക് പെട്ടെന്ന് പറ്റില്ല. നമ്മളെപ്പോഴും അത് അറിഞ്ഞിരിക്കണം. അങ്ങനെ നമ്മൾ റിയലൈസേഷനിൽ വരണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഐ വിഷ് യു ഗുഡ് ഡേ.